ഒരു ഡ്രസ്സ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് അത് ഇട്ട് കഴിയുമ്പോൾ അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഫിറ്റിങ്ങിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 90% കാരണവും നമ്മൾ അളവെടുത്തതിലുള്ള പ്രശ്നം കൊണ്ടാണ്. അളവെടുത്തത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ കട്ടിങ്ങും കറക്റ്റ് ആവുള്ളൂ. കട്ടിങ് കറക്റ്റ് ആയി കഴിഞ്ഞാലേ അതിൻ്റെ സ്റ്റിച്ചിങ്ങും കറക്റ്റ് ആവുള്ളൂ. അതിന് ശേഷം നമ്മൾ കസ്റ്റമർ അതിട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ അതിട്ട് കഴിയുമ്പോൾ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അളവെടുക്കുന്നതാണ് ടൈലറിങ് ഫീൽഡിൽ ഏറ്റവും ആദ്യത്തെ ഘട്ടവും അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘട്ടവും. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒത്തിരി പേര് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട് എല്ലാവരോടും. മെസ്സേജ് അയക്കുന്നവർക്ക്, കമൻറ്റ് ചെയ്യുന്നവർക്ക്, സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക്, ലൈക്ക് ചെയ്യുന്നവർക്ക് എല്ലാവരോടും ഞാൻ വലിയൊരു നന്ദി പറയുന്നുണ്ട്. നിങ്ങൾ തരുന്ന പ്രചോദനവും ഒക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക് തന്നെയാണ്, അളവെടുക്കുന്നതാണ് പറഞ്ഞുതരാൻ പോണത്. അപ്പോൾ ടേപ്പൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചേക്കുക. ഏറ്റവും ആദ്യം ഞാനൊരു കുർത്തിയുടെ മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് കുർത്തിയുടെ ക്ലാസ് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്ലൗസ്, പാൻറ്റ് അങ്ങനെ പോകാം. ഇപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം കുർത്തി മെഷർമെൻറ്റ്. അപ്പോൾ ഈ സമയത്ത് പറയാൻ ഒരു കാര്യമുണ്ട്. നിങ്ങൾ കറക്റ്റ് ഫിറ്റായിട്ടുള്ളൊരു ബ്രാ യൂസ് ചെയ്യുക. നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നിൽക്കുന്ന കോലത്തിലൊക്കെയാണ് അളവെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര നല്ല കംഫർട്ടബിളായിട്ടുള്ള ബ്രായൊന്നും ആയിരിക്കത്തില്ല പലരും ഉപയോഗിക്കുന്നത്. നല്ലൊരു ബ്രാ തന്നെ ഉപയോഗിക്കുക. അതിട്ട് തന്നെ നമ്മൾ അളവെടുക്കുക. അതാകുമ്പോൾ നമുക്കറിയാം, ചിലരൊക്കെ ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ പോലും ഞങ്ങൾ കുഞ്ഞിന് പാൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പല സൈസിലൊക്കെ വ്യത്യാസങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഞാൻ കഴിവിൻ്റെ പരമാവധി മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് നല്ലൊരു ബ്രാ ഇട്ട് തന്നെയാണ് അളവെടുക്കാറ്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. കസ്റ്റമറിനോടാണെങ്കിലും ചോദിക്കുക. ചിലർ ഇപ്പോൾ വന്ന ഒരളവെടുത്തിട്ട് പോയിട്ട് ബ്ലൗസ് ഇടുമ്പോൾ കപ്പുള്ള ബ്ലൗസൊക്കെ ഇടും, കപ്പുള്ള ബ്രായൊക്കെ ഇടും. അപ്പോൾ എന്ത് പറ്റും? വ്യത്യാസം വരും, അളവിൽ വ്യത്യാസം വരും, ടൈറ്റാവും. സ്വാഭാവികമായിട്ടും ടൈറ്റാകും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങളിത് ഇടുമ്പോൾ വേറെ എന്തെങ്കിലും ഇതുപോലെ കപ്പുള്ളതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ, ബ്ലൗസിൽ കപ്പ് വെക്കണം, അതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക. മുടി ഒന്ന് കെട്ടി വെക്കുക. എന്താണെന്ന് വെച്ചാൽ അളവെടുക്കുമ്പോൾ ഇതെല്ലാം കൂടെ തട്ടും. ഏറ്റവും ആദ്യം നമ്മൾ ഷോൾഡർ ടു ഷോൾഡർ എന്നുള്ള മെഷർമെൻ്റ് എടുക്കാം. ഷോൾഡർ ടു ഷോൾഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരു ബോണുണ്ട്, എല്ലുണ്ട്. കൈയും ഷോൾഡറും തമ്മിൽ ജോയിൻ്റ് ആകുന്നിടത്തൊരു ബോണുണ്ട്. ഇവിടെയാണ് ഇവിടുന്ന് അതേപോലെ തന്നെ ഇവിടം വരെ ഈ രണ്ട് സ്പേസും തമ്മിലുള്ള ഗ്യാപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. അതെടുക്കുമ്പോൾ ബാക്കിൽ നിന്ന് തന്നെ എടുക്കുക. കഴിയുമെങ്കിൽ മറ്റൊരാളെ കൊണ്ട് അളവെടുപ്പിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ തന്നെയാണെങ്കിൽ ചിലപ്പോൾ അത്ര കണ്ട് ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ ബോണിൽ നിന്നും ഈ ബോൺ വരെ. എന്തുകൊണ്ടാണ് ചിലരിങ്ങനെ ഇങ്ങറ്റം പിടിച്ച് അങ്ങറ്റം വരെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് പറയും 1 ഇഞ്ച് കുറച്ചാൽ മതിയെന്ന്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, സ്ലീവ് ഇവിടെയാണ് വന്ന് കിടക്കേണ്ടത്. നമ്മൾ ഷോൾഡർ ഇവിടെ അവസാനിക്കണം, സ്ലീവ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ മെഷർമെൻ്റ് എടുക്കുമ്പോഴും ഇങ്ങനെ ഷോൾഡർ ടു ഷോൾഡർ ഈ മെഷർമെൻ്റ് എടുക്കാം. അതിന് ശേഷം ആം ഹോൾ റൗണ്ട് എടുക്കാം. ആം ഹോൾ റൗണ്ട് എടുക്കുമ്പോഴും മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരാറുണ്ട്. അപ്പോൾ കൈക്കുഴിയുടെ ഇടയിൽ കൂടെ കറക്റ്റായിട്ട് ഇതിൻ്റെ ഇടയിൽ വന്ന് നിൽക്കണം. എന്നാൽ മുറുകി പോകരുത്, ലൂസായും പോകരുത്. നിങ്ങൾ ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ഒരു വിരൽ ഗ്യാപ്പൊക്കെ ഇടണം, അല്ലെ കുറച്ച് ലൂസിട്ട് പിടിക്കണം. അങ്ങനെയൊന്നും ചെയ്യണ്ട. നമുക്ക് ലൂസൊക്കെ കാൽക്കുലേഷൻ ചെയ്യുമ്പോഴത്തേനും ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾ ബോഡിയിൽ നിന്ന് എത്രയാണോ മെഷർമെൻറ്റ് കിട്ടുന്നത് അത് മാത്രം എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് ഫിറ്റ് കിട്ടുന്ന പോലെ കൈക്കുഴിയുടെ കൃത്യം ഈ ആം ഹോളിൻ്റെ ആ വശത്ത് തന്നെ പിടിച്ച് മെഷർമെൻ്റ് എടുക്കാം കേട്ടോ. ഇങ്ങനെ എടുക്കാം. എനിക്കിപ്പോൾ കൃത്യമായിട്ടൊന്നും കാണത്തില്ല. ആരെയിലൊക്കെ വിളിച്ച് ഞാൻ എടുത്തിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. 14:30 ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആം ഹോൾ എടുക്കാം. ഇനി നിങ്ങൾ കഴുത്തിൻ്റെ റൗണ്ട് എടുത്ത് വച്ചേക്കാം. കഴുത്തിൻ്റെ റൗണ്ട് ഇങ്ങനെ. ഇതും
എക്സാക്റ്റ് മെഷർമെൻറ്റ് തന്നെ ആയിട്ട് എടുക്കുക കേട്ടോ. ഒരു ഇത്രയും ഒത്തിരി അങ്ങ് പിടിച്ച് വെക്കണം എന്നില്ല, ഒരു വിധം ഒരു ഇങ്ങനെ കംഫർട്ടബിളായിട്ടുള്ള രീതിയിൽ അളവെടുക്കാം. അതിന് ശേഷം ചില കേസിൽ, അതായത് ചിലർക്ക് ഈ ചെസ്റ്റ് ഉണ്ടല്ലോ, ഈ പോർഷൻ, ചിലർക്ക് ഇവിടെയും നല്ല വേരിയേഷൻ ഉണ്ടാവും. അതായത് ബസ്റ്റ് അത്യാവശ്യം ഹൈറ്റിലായിരിക്കും. അതേസമയത്ത് നോർമലായിട്ടുള്ളവർ ഏകദേശം ഷേപ്പിലുള്ളവരും ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ വേരിയേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്പർ ചെസ്റ്റ് എടുക്കണം. എങ്കിലേ നമുക്ക് ചുരിദാർ തയ്ക്കുന്ന സമയത്ത് ഷേപ്പിന് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ അപ്പർ ചെസ്റ്റ് എടുക്കാം. അപ്പർ ചെസ്റ്റ് ഈ ആം ഹോൾ തൊട്ട് ഈ ആം ഹോളിൻ്റെ കറക്റ്റ് ഇടയിൽ കിടക്കണം അപ്പർ ചെസ്റ്റ്. ഇനി അത് കഴിഞ്ഞാലോ ഫുൾ ബസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പോയിൻ്റ് കവർ ചെയ്ത് വരണം. ബസ്റ്റിൻ്റെ പോയിൻ്റ് കവർ ചെയ്ത് വരുന്ന പോലെ ഇങ്ങനെ പിടിക്കാം. ഓക്കെ, ആ 1-2 പ്രാവശ്യമോ 3-4 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ആ മെഷർമെൻറ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ബസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് നോട്ട് ചെയ്യേണ്ടത് ഷേപ്പിൻ്റെ ലെങ്താണ്. ഷോൾഡറിൽ നിന്ന് ഷേപ്പിൻ്റെ ലെങ്ത് ചിലരുടെ ബോഡി സ്ട്രക്ചർ ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളവരാണ്, വയറുള്ളവരാണെങ്കിൽ നമുക്ക് ചിലപ്പം പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ളപ്പോൾ അവരോടൊന്ന് ബെൻഡ് ചെയ്യാൻ പറയാം, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങനെ ബെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു മടക്ക് ഉണ്ടോ, ഇങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മടക്ക് വരും. ഈ മടക്ക് നമ്മൾ നോക്കിയിട്ട് ഷോൾഡറിൽ നിന്ന്, ഈ ഷോൾഡറിന് ഞാൻ പറയുന്നത് ഇവിടെ നിന്ന് എടുക്കണം കേട്ടോ മെഷർമെൻറ്റ്. നമ്മുടെ ഈ നെക്കിൻ്റെ ഈ ജോയിൻറ്റ് വരുന്നില്ലേ, ഇവിടുന്ന് മെഷർമെൻറ്റ് എടുക്കണം. എന്നിട്ട് ആ ബെൻഡ് വരുന്നിടം അത് എത്രയാണെന്നുള്ളത് നോക്കി വെച്ചേക്കാം. ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഇത് ഷോൾഡറിൽ നിന്ന് ഷേപ്പ് വരെയുള്ള ലെങ്താണ്. ഇനി ഷേപ്പിൻ്റെ റൗണ്ട് എടുക്കണം, വേസ്റ്റിൻ്റെ റൗണ്ട്. അതും ഇങ്ങനെ തന്നെ. നമ്മൾ കൈവിരലൊന്നും ഇട്ട് ഇതാക്കാനൊന്നും നിൽക്കേണ്ട. നമ്മൾ ശ്വാസമൊക്കെ വിട്ട് നേരെ നിൽക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എത്രയാണോ കിട്ടുന്ന ആ മെഷർമെൻറ്റും എഴുതി വെക്കാം. അതിന് ശേഷം സ്ലിറ്റുള്ള ടോപ്പാണെന്നുണ്ടെങ്കിലും നോർമൽ ടോപ്പാണ്, അതായത് എലൈൻ പോലത്തെ ടോപ്പാണ് നിങ്ങൾ തയ്ക്കുന്നതെങ്കിലും സ്ലിറ്റിൻ്റെ ആ ഏരിയ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് എടുത്തു വെച്ചേക്കുക. അതായത് ഷോൾഡറിൽ നിന്നും ഹിപ്പ് വരെ, ഹിപ്പെന്ന് ഞാൻ പറയുമ്പോഴത്തേനുണ്ടല്ലോ നമ്മുടെ ബട്ടക്സ് ഏരിയ ഉണ്ടല്ലോ, ഇതാ ഈ ബട്ടക്സ് ഏരിയ, അവിടെ അതിൻ്റെ കൃത്യ സെൻറ്റർ പിടിക്കാൻ നോക്കണം. അതിൻ്റെ കൃത്യ സെൻറ്ററിലായിരിക്കണം ഈ ലെങ്ത് വരേണ്ടത്. അതല്ല കയറിപ്പോയാലും ഇറങ്ങിപ്പോയാലും സ്ലിറ്റിൻ്റെ കേസിൽ അത് വൃത്തികേടാണ്. ഇവിടെ കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഏരിയ ഫുള്ള് കാണും നടക്കുമ്പോഴത്തേന്. ഇനി താഴേക്ക് ഇറങ്ങിപ്പോയാൽ നമുക്കൊരു പിടുത്തം പോലെ വരികയും ചെയ്യും. അപ്പോൾ സ്ലിറ്റ് നല്ല ഭംഗിയിൽ നിൽക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഹിപ്പിൻ്റെ ഈ ബട്ടക്സ് ഏരിയയുടെ നടുവശത്ത് വരുന്ന പോലെ വേണം നമ്മൾ സ്ലിറ്റിൻ്റെ ലെങ്ത് നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആ നടുവശത്ത് വെച്ച് വേണം നമ്മൾ റൗണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, റൗണ്ട് പിടിക്കുമ്പോഴും അധികം ഒന്നും ലൂസോ ഒന്നും വേണ്ട, കറക്റ്റ് മാത്രം. കാരണം സ്ലിറ്റ് പാൻറ്റിനാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ലൂസ് പിടിക്കും. അത് പാൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ കാണിച്ചു തരാം. ചുരിദാറിൽ വരുമ്പോഴത്തേക്കും ഇവിടെ സ്ലിറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഏലൈനാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വിടർന്നായിരിക്കും വരുന്നത്. അതല്ല സ്ലിറ്റുള്ള ടോപ്പാണെങ്കിൽ ഇവിടെ കൊണ്ട് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നമുക്ക് വെട്ടാണല്ലോ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നടക്കാനൊക്കെ ഈസ് ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ട് അവിടെ നമുക്ക് ഈ പറയുന്ന പോലെ കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. ഇനി നമുക്ക് നെക്കിൻ്റെ ഡെപ്ത്ത്, ഈ കഴുത്തിൻ്റെ അവിടെ നിന്ന് തന്നെ നമ്മളെല്ലാം ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് വേണം ലെങ്ത് താഴേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് നെക്ക് ലെങ്ത് എത്രയാണോ അത് ഫ്രണ്ടിലും അതേപോലെ തന്നെ ബാക്കിൽ നിന്നും പിടിച്ച് നോക്കുക. അപ്പോൾ നെക്ക് കഴിഞ്ഞു. നെക്ക് ഇത് വൈഡ് ഇങ്ങനെ പിടിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും വൈഡ് കാൽക്കുലേറ്റ് ചെയ്താണ് ഞാൻ എടുക്കാറ്. ചില കേസിൽ ഇപ്പം നമ്മൾ ഓൾറെഡി നെക്കിൻ്റെ റൗണ്ട് എടുത്തല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുക. ചിലരിങ്ങനെ വെച്ച് വൈഡ് എടുക്കാറുണ്ട്. അതും അങ്ങനെ എടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. കസ്റ്റമറിൻ്റെ ബോഡിയിൽ നിന്ന് അവരോട് ചോദിച്ചിട്ട് എത്ര വേണം വൈഡ് എന്നുള്ളത് അവരോട് ചോദിച്ചെടുക്കുന്നതും തെറ്റൊന്നുമില്ല. ഇനി സ്ലീവിൻ്റെ ലെങ്ത് പിടിക്കുമ്പോഴത്തേനും എൽബോ വരെയുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് പിടിച്ചിട്ട്
എൽബോ വരെ, അതായത് മുട്ടിൻ്റെ മേള്, പിന്നെ ഈ ചെറിയ കൈ, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ലെങ്ത് പിടിക്കാം. ഇനി എൽബോ കഴിഞ്ഞ് ഒരു 3/4 ലെങ്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ, ചുരിദാറൊക്കെ തയ്ച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് മിക്കവാറും കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചുരിദാർ തയ്ച്ച് കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ നമ്മൾ എടുത്ത ലെങ്തിനേക്കാളും മേളിലാണെന്ന് പറയും. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ അളവെടുക്കുന്നതിൻ്റെ തെറ്റുകൊണ്ട് തന്നെയാണ് അങ്ങനെ വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന്, ഇപ്പോൾ എനിക്കിങ്ങനെ പിടിക്കുമ്പം ടേപ്പ് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റില്ല, ലൈറ്റായിട്ടൊന്നിങ്ങനെ ബെൻഡ് ചെയ്യാൻ പറയണം. കൈ ലൈറ്റായിട്ട് ബെൻഡ് ചെയ്യിച്ചിട്ട് വേണം ഇങ്ങനെ മെഷർമെൻറ്റ് ടേപ്പ് വെച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടേപ്പും ലൈറ്റായിട്ട് ബെൻഡാവും. അപ്പോൾ നമുക്ക് മടക്കുമ്പോഴാണെങ്കിലും കൈ ഇങ്ങനെ കയറി പോകുന്നതായിട്ട് തോന്നത്തില്ല. കൈ കറക്റ്റ് എവിടെയാണോ വേണ്ടിയത് ആ അളവ് നമുക്ക് എടുക്കണം. ഇപ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി. ഇതിപ്പോൾ 13 ഇഞ്ചുള്ളൊരു ലെങ്താണ് ഞാൻ വെക്കുന്നതെന്ന് വിചാരിച്ചോ, കൈ മടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കയറും അല്ലേ? അപ്പം ഈ ലൈറ്റായിട്ടൊന്ന് ബെൻഡാക്കി എടുക്കുമ്പോഴത്തേന് കറക്റ്റ് എവിടെയാണോ വേണ്ടി അവിടെ വന്ന് നിൽക്കും. അമ്മ ഇപ്പോൾ വരാം ചെല്ല്. പിന്നെ നമ്മൾ ഷോൾഡർ തൊട്ട് ആ പോയിൻ്റ്, ബസ്റ്റിൻ്റെ പോയിൻ്റ് വരെയുള്ള മെഷർമെൻറ്റ് അത് എത്രയാണെന്നും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലോ ഫ്രണ്ടിലോ എവിടെയെങ്കിലും നമുക്ക് ടക്ക് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഷോൾഡറിൽ നിന്ന് പോയിൻ്റ്, ബസ്റ്റിൻ്റെ പോയിൻ്റ് വരെയുള്ള മെഷർമെൻറ്റ്. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് ബെൻഡ് ചെയ്തിട്ട് വേണം ഈ പറയുന്ന മെഷർമെൻറ്റ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒന്നുമില്ല, ടോട്ടൽ ലെങ്ത് ഷോൾഡറിൽ നിന്നും എവിടെ വരെയാണോ വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട്, ഇപ്പോൾ ഈ ക്യാമറയിൽ അത്ര കിട്ടുന്നില്ലെന്ന് തോന്നുന്നു, നമുക്ക് ലെങ്ത് എത്രയാണോ വേണ്ടത് അതിങ്ങനെ ഷോൾഡറിൽ നിന്ന് പിടിക്കാം. ഇനി നിങ്ങൾക്ക് അത്രയും ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആയിക്കൊള്ളണം എന്നില്ല. ചിലർ ചോദിക്കും, ഇത് ഇങ്ങനെ പിടിക്കാൻ പറയും, ടേപ്പ് ഇങ്ങനെ കാലിൻ്റെ അങ്ങോട്ടേക്ക് പിടിക്കുക, എനിക്ക് അറിയുന്നില്ല എവിടെയാണ് ലെങ്ത് എന്നുള്ളത്, എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറയും. അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അപ്പോൾ നമുക്ക് കാണാമല്ലോ, നമ്മൾ ലെങ്ത് എടുക്കുമ്പോൾ ഒരു 45 ലെങ്ത് കിട്ടിയെന്ന് വിചാരിക്കാം. നമ്മൾ ഈ 45 ലെങ്തിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ലെങ്ത് താഴേക്ക് കൊണ്ടുവന്നിട്ട് പിടിച്ച് കാണിച്ചു കൊടുക്കണം അവർക്ക്. അപ്പോൾ അവർക്ക് നോക്കുമ്പോൾ കൃത്യം ഇതിൻ്റെ അറ്റം എവിടെയാണ് വന്ന് നിൽക്കുന്നതെന്നുള്ളത് മനസ്സിലാവും. അതേ സമയത്ത് നമ്മൾ തിരിച്ചിങ്ങനെ വെക്കുമ്പോഴത്തേന് എന്താണെന്നറിയാമോ, 45 നമ്മൾ പറയുമ്പോഴും താഴേക്ക് ഇങ്ങനെ ടേപ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് കണ്ടുകൊള്ളണം എന്നില്ല അതെവിടെയാണ് വന്ന് കിടക്കുന്നതെന്ന്. അതേ സമയത്ത് തിരിച്ച് ഈ 45 എന്നുള്ള പോർഷൻ മേളിൽ വെച്ചിട്ട് താഴേക്ക് നോക്കുമ്പോഴത്തേന് അത് കൃത്യമായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചുരിദാറിൻ്റെ കേസിലുള്ള മെഷർമെൻറ്റ്. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒരു ബേസിക്കായിട്ടുള്ള കുർത്തി കട്ടിങ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ലിറ്റ് ടോപ്പാണ്. ക്ലോസ് നെക്ക്, കാരണം ക്ലോസ് നെക്ക് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകെ നെക്ക് എങ്ങനെ ഡെപ്തിൽ നമ്മൾ ആം ഹോൾ കുറയ്ക്കണം, അല്ലെ വി വരുമ്പോൾ എങ്ങനെ കൊടുക്കണം, ഷോൾഡറിൻ്റെ ഈ സ്ലോപ്പ്, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ നെക്ക് ക്ലോസ് ആയിട്ടുള്ള നെക്ക് വരുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേന് നമുക്കത് ക്ലിയർ ആകും. എന്തോരം കുറയ്ക്കണം, എങ്ങനെ വൈഡ് പിടിക്കണം, അങ്ങനെയുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അതുമായിട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ മെഷർമെൻറ്റ് കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ചോദിക്കാം. ഞാൻ എൻ്റെ നമ്പറും താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെയ്ക്കും ടാറ്റാ.